ലക്ഷണം. എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല. എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ. അരി എടുക്കുമ്പോൾ, അത് കഴുകുമ്പോൾ, അത് കുക്കറിലിടുമ്പോൾ, അത് വാർക്കുമ്പോൾ, അത് വെക്കുമ്പോൾ, വിളമ്പുമ്പോൾ, തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല. ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു മസലയും പറഞ്ഞിട്ടില്ല, ഒരു ഫിഖ്ഹും ഇല്ല ഇതിന്. ആ ഫിഖ്ഹും മസലയും ഉള്ളത് റസൂലുള്ളാഹിയുടെ ജീവചരിത്രത്തിൽ നിന്നാണ്. അതിന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത്. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി മരിക്കാനായ സമയത്ത് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത്? ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂലുള്ളാഹി പറഞ്ഞു അത്രേ, എന്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ടാണെങ്ങാനും ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത്. സൂക്ഷ്മതയുള്ളവരാകുവിനെന്ന് എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായിക്കും അത് ഉണ്ടാകണം. അതുകൊണ്ട് ഒരു വറ്റുപോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന് മുമ്പേ പോലും അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു പോയ ഒരു സുന്നത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭക്ഷ്യവിപ്ലവം പറഞ്ഞു. ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ 40 വീട് മുന്നോട്ടും 40 വീട് തെക്കോട്ടും പിന്നോട്ടും പുറകിലോട്ടും 40x40 4x4 160ഓളം വീടിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. നമ്മളിത് ചെയ്യാറുണ്ടോ? നിസ്കാരം നോലുമ്പോ ഒക്കെ നല്ല കറക്റ്റിന് കൊണ്ടുപോകണ കുറെ കുട്ടികളെ എനിക്കറിയാം. പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോ ചെറിയ പറ്റിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു അനുയായിയുടെ ലക്ഷണമല്ല. അനുയായി മുഴുവനായും നേതാവിനെ പിൻപറ്റേണ്ടവനാണ്. വെള്ളം ചേർക്കുന്നവൻ അനുയായിയിൽപ്പെട്ടവനല്ല. കൃത്യമായി കൊടുക്കാൻ കഴിയണം. 160 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഞ്ചായത്തിനെ കൊണ്ട് പറ്റില്ല, ഒരു രാഷ്ട്രത്തെ കൊണ്ട് പറ്റില്ല, ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു ശരിയായ ദീനി ഇസ്ലാമിനെ കൊണ്ട് കഴിയും, ശരിയായ ഒരു മുസ്ലിം വിശ്വാസിയെ കൊണ്ട് കഴിയും. 160 നിങ്ങളുടെ നബി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ വെള്ളം ചേർക്കരുത് എന്നാണ് അനുയായിയോട് എനിക്ക് പറയാനുള്ളത്. അനുയായിയുടെ ജീവിതം നേതാവിനോട് ഒട്ടി നിന്നുകൊണ്ടായിരിക്കണം. അനുയായി വിലക്കിയതൊക്കെ വിലക്കപ്പെടണം, അനുയായി സ്വീകരിച്ചതൊക്കെയും സ്വീകരിക്കണം. അനുയായിയുടെ ജീവിതം തന്നെ എൻ്റെ ജീവിതത്തിൽ പുലരണം. ഞാൻ യേശുവിനെ പോലെ ആകണം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് യേശുവിനെ പോലെയാകണം എന്ന് പറഞ്ഞ് ഡിസ്കോ കളിച്ചോണ്ടെന്ന് ഒരു കാര്യമില്ല. യേശുവിനെ പോലെ ആണെങ്കിൽ താടിയും മുടിയും വീട്ടി ഉപ്പായം ഒരു കന്തൂറടലല്ല. യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിന്റെ നൈർമല്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടുകൂടി നിന്റെ സൃഷ്ടിതാവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്റെ സൃഷ്ടിതാവിനെ, അതാണ് തൗഫീഖ് അവിടുത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് ഈ ദൈവത്തിനെ അല്ലാണ്ട് നീ പൂർണ്ണമായി വേറെ ആരെയും ഒന്നിനെയും സ്വീകരിക്കരുത്. അടുത്തത് പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ യേശുവിന്റെ അനുയായിയാണ്. അതുകൊണ്ട് ചിലവർ എന്നോട് ചോദിക്കാൻ, നിങ്ങൾ മുസ്ലിമാ, ഹിന്ദുവാ, ക്രിസ്ത്യാനി, എനിക്ക് അറിഞ്ഞൂടെ ഏതാ വകുപ്പ് എന്ന്. ഇപ്പോഴും അറിയില്ല, ഞാൻ പറയാനോട് ഉദ്ദേശിക്കണമില്ല, ഞാൻ അങ്ങനെ വല്ലത് ഉണ്ടെങ്കിൽ ആകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നെഞ്ചു തൊട്ട് പറയും, ഞാൻ റസൂലുള്ളാഹിയുടെ അനുയായിയാണ്. 70 വട്ടം ഓരോ വ്യക്തിയോടും ക്ഷമിക്കുമ്പോൾ, അയൽവക്കക്കാരന്റെ പട്ടിണിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ അനുയായി ആകുന്നതോടൊപ്പം യേശുവിന്റെയും അനുയായിയായി മാറുകയാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പാടിയ അനുകമ്പാദശകം ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം ഞാൻ പാടുന്ന സമയത്ത് ഞാൻ ഗുരുദേവന്റെയും അനുയായിയാണ്. പക്ഷെ എനിക്ക് SNDPയിൽ അംഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി കിട്ടിയാലും വാങ്ങുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെയാണ് അനുകൂലികളാണ്, സംഘടനയിലുള്ളവരെല്ലാം അനുകൂലികളാണ്. അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. നമ്മുടെയൊക്കെ മതങ്ങളിലെങ്കിലും കുറെ അനുയായികൾ ഉണ്ടാവട്ടെ. റസൂലുള്ളാഹിക്കും എന്തിനാ അതൊക്കെ അവതരിപ്പിച്ചിങ്ങോട്ട് വിട്ടിരിക്കുന്നത്? ഇതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ദൈവം ഇത് ഇടക്കി തന്നിരിക്കുന്നത്. ഇത് ലോകാവസാനം വരെ, ഖിയാമത്ത് വരെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ പണ്ടുണ്ടേനി ഇപ്പൊ ഒന്നുമില്ല. അത് സഹാബത്തിന്റെ കാലത്ത് അതൊക്കെ ഇപ്പൊ നമ്മളെ കൊണ്ട്